അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിം ലോകം പല രൂപത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്, നമുക്കറിയാം. ഈ പ്രതിസന്ധികൾക്കുള്ള പരിഹാരങ്ങൾ എന്താണ്? പലരും പല രൂപത്തിലുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ അള്ളാഹു ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പരിഹാരമുണ്ട്, ഒരു ആശ്വാസ വചനമുണ്ട്. അതെന്താണ്? വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വലാ തഹിനു, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ വ്യസനിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ. അൻതുമുൽ അലൗൻ, ഒരു നിബന്ധന അള്ളാഹു അവിടെ വെക്കുകയാണ്, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. അപ്പോൾ ഈമാനുള്ള മുഅ്മിനുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല. കാരണം ഏറ്റവും ഉയർന്നത് നിങ്ങളാണ്. നിങ്ങളെ പരാജയപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു സഹായം ലഭ്യമാകാനും ഏറ്റവും ഉന്നതരായി മാറുവാനും നമ്മൾ ചെയ്യേണ്ടത് മുഅ്മിനുകളാവുക, അല്ലെങ്കിൽ ഈമാനുള്ളവരാവുക എന്നതാണ്. ആ ഒരു മുഅ്മിനാവാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആരാണ് മുഅ്മിൻ? ഇന്നമൽ മുഅ്മിനൂന ലദീന ആമനൂ ബില്ലാഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുകയും സുമ്മലം യർത്താബു, അതിൽ യാതൊരു സംശയവും വെച്ച് പുലർത്താതിരിക്കുകയും അതോടൊപ്പം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും അത് ശരീരം കൊണ്ടും ജിഹാദ് ധർമ്മസമരം ചെയ്യുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ മുഅ്മിനുകളെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഈ ജോലി നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, ഈ ഒരു ജിഹാദ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, ഇന്നത്തെ ജിഹാദ് എന്ന് പറയുന്നത് ദഅവത്താണ്. ആ ഒരു ദഅവത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഈമാൻ അത് അടിയുറച്ചിട്ടില്ല, അത് യഖീനായിട്ടില്ല, സുമ്മലം യർത്താബു എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ തീർച്ചയായും ഈ ദൗത്യം അത് സമൂഹത്തിന് പകർന്നു നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ സ്വയം തന്നെ ബോധവാന്മാരാകും. ആ ഒരു ആ രൂപത്തിൽ ബോധവാന്മാരായതിനു ശേഷം ആ ജോലി നമ്മൾ നിർവഹിച്ച് കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ മുഅ്മിനുകളാകും. നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭ്യമാവുകയും ചെയ്യും. നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും അതോടൊപ്പം അവസാനിക്കും. കാരണം ബദറിൽ മലക്കുകളെ ഇറക്കിക്കൊണ്ട് അംഗസംഖ്യ, നമുക്കറിയാം മുസ്ലിങ്ങളുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ ഏകദേശം 3 ഇരട്ടിയോളം വരുന്ന ശത്രു സൈന്യത്തെ അവർ പരാജയപ്പെടുത്തിയത് മലക്കുകളുടെ കൂടി സഹായം കൊണ്ടാണ്. ആ രൂപത്തിൽ മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിക്കാൻ കഴിവുള്ള അള്ളാഹു ഇന്നും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ളവരായി മാറുമ്പോൾ നമ്മളൊന്നും പേടിക്കേണ്ടതില്ല. ആ രൂപത്തിലുള്ള മുഅ്മിനുകളായി മാറാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.